ഹലോ. അപ്പൊ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി? വി ഡി സതീശനാണോ, കെ സി വേണുഗോപാലാണോ, രമേശ് ചെന്നിത്തലയാണോ, ഇങ്ങനെ ആരാണ് അടുത്ത മുഖ്യമന്ത്രിയാകുക എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. എന്തായാലും സൺഡേ, അതായത് ഈ വരുന്ന ഞായറാഴ്ചക്കകം ഒരു കൃത്യമായിട്ടുള്ള ചിത്രം കിട്ടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതായത് ജയിച്ച കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അടിപൊളി കാര്യം കണ്ടത്. അതായത് ഇത്തവണ 11 വനിതാ MLA-മാരാണ് നമ്മുടെ നിയമസഭയിൽ കയറാൻ പോകുന്നത്. അടിപൊളിയല്ലേ? എന്തായാലും ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിരിക്കും. ഇതിനു മുൻപേ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്തവണ സഭയിൽ ശബ്ദമാകാൻ പോകുന്നത് 11 വനിതാ MLA-മാരാണ്. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്കറിയാം കെ രമയുണ്ട്, ഉമാ തോമസ് ഉണ്ട്. ബാക്കി ആരൊക്കെയാണെന്നുള്ള കാര്യം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മാനന്തവാടിയിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് നേതാവ് ഉഷാ വിജയനുണ്ട്. പിന്നെ എലത്തൂരിൽ നിന്ന് ജയിച്ച വിദ്യാ ബാലകൃഷ്ണനുണ്ട്. പിന്നെ കോങ്ങാട് നിന്ന് ജയിച്ച കോൺഗ്രസ് നേതാവ് KA തുളസിയുണ്ട്. പിന്നെ തൃക്കാക്കരയിൽ ഉമാ തോമസ്. പിന്നെ അരൂരിൽ നിന്ന് മത്സരിച്ച ഷാനിമോൾ ഉസ്മാൻ. പിന്നെ കൊല്ലത്ത് നിന്ന് മത്സരിച്ച ബിന്ദു കൃഷ്ണ. പിന്നെ നമ്മളുടെ ചിറയൻകീഴിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ്. പിന്നെ നമ്മളുടെ KK രമ RMP. പിന്നെ പേരാമ്പ്രയിൽ നിന്ന് മത്സരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയ. പിന്നെ ആറ്റിങ്ങൽ നിന്ന് മത്സരിച്ച CPIM നേതാവ് OS അംബിക. പിന്നെ നാട്ടികയിൽ നിന്ന് മത്സരിച്ച CPIM നേതാവ് ഗീതാ ഗോപി. ഇങ്ങനെ 11 വനിതാ MLA-മാരാണ് നമ്മളുടെ നിയമസഭയിൽ കയറാൻ പോകുന്നത്. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ ഇങ്ങനെ ചർച്ചകളൊക്കെ കൊഴുക്കാണ്. എന്തായാലും ആരാണ് അടുത്ത മുഖ്യമന്ത്രിയാവുക, അതായത് പ്രതിപക്ഷ നേതാവിനെ തന്നെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ, അഭിപ്രായങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കണ്ടത്. സീനിയോറിറ്റി നോക്കി രമേശ് ചെന്നിത്തല കൊടുക്കുവോ അല്ലെങ്കിൽ KC വേണുഗോപാലിന് കൊടുക്കുവോ എന്നൊന്നും അറിയില്ല. എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നാൽ അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്തായാലും ആര് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അടിപൊളി ഭരണമായിരിക്കട്ടെ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിപൊളിയായി ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് മുഖ്യമന്ത്രിയാകും, ആരൊക്കെയാണ് നമ്മുടെ മന്ത്രിമാരായി എത്താൻ പോകുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ വകുപ്പുകളാണ് ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നത്, അതൊക്കെയാണ് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞായറാഴ്ചക്കകം എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറെ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കാൻ നമ്മളുടെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയട്ടെ എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.